നമസ്തേ, വെൽക്കം ടു വേൾഡ് ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. Please guide me universe, please guide me divine. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ലൈക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി വളരെയധികം മൈൻഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, കൂടുതലായിട്ടും പ്രാക്ടിക്കൽ. ഓക്കെ, ആൾക്ക് ഇമോഷൻസ് ഉണ്ടാവാം, പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ മൈൻഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ മൈൻഡ് ഇങ്ങനെ തല പൊയ്ക്കാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിയിൽ നിൽക്കണം. ഈ ഒരു വ്യക്തി ഒത്തിരിയധികം തല പോയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലൊരു ലോങ് സെപ്പറേഷൻ ഫേസ് ആയിരിക്കും. ലൈക്ക് നിങ്ങളിങ്ങനെ വെയിറ്റിംഗ് ഫേസിലായിരിക്കും. ലൈക്ക് എപ്പോഴാണ് സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നത്, എപ്പോഴാണ് എൻ്റെ ഫേവറിൽ കാര്യങ്ങൾ വരുന്നത്, എപ്പോഴാണ് റീകോൺസിലേഷൻ പോസിബിൾ ആകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഇങ്ങനെ എന്താ പറയുക ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങളും ഇരിക്കുന്നുണ്ടാവും. ലൈക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേഷ്യൻസിൻ്റെ എനർജിയിലാണ്, നിങ്ങൾ ക്ഷമയോട് കൂടി വെയിറ്റിംഗ് ഫേസിലാണ്. ലൈക്ക് ഈ ഒരു റിലേഷനിൽ ഒരു റീകോൺസിലേഷൻ വേണം. ഐ തിങ്ക് ഒരു ലോങ് വെയിറ്റിംഗ് ഫേസ് ആയിരിക്കാം. 9 months ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം, 9 years ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം, 1 year ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കാം, 4 years ആയിട്ട് നിങ്ങൾ വെയിറ്റിംഗിലായിരിക്കും. എന്തായാലും ഇവിടെ ഒരു വെയിറ്റിംഗ് ഫേസ് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഒരു ലോങ് വെയിറ്റിംഗ് ഫേസ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പേഷ്യൻസ് ഉണ്ട് എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഗ്രാജുവലി ഈ ഒരു പേഷ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ ഒരു ടൈം നിങ്ങൾ ബോൺ ചെയ്തപ്പോൾ മുതൽ നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിക്ക് പേഷ്യൻസ് എന്നുള്ളൊരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതല്ല. പക്ഷേ ഈ റിലേഷനിൽ നിന്ന് ലേൺ ചെയ്ത ലെസൺസ് കൊണ്ട് നിങ്ങൾ പേഷ്യൻ്റ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ കോംപ്രമൈസിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി റിലേഷനിൽ കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് എന്തൊക്കെയോ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനെ കുറിച്ചിട്ട് ഈ റിലേഷനിലൊരു എന്താ പറയുക ഒരു കോംപ്രമൈസ് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, ഈ ഒരു കണക്ഷനിൽ റീകൺസിലേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൈക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യണം. ഒരുപക്ഷെ ഇതൊരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാനായിരിക്കാം. എന്താണെങ്കിലും ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ബാക്കി പിന്നീട് ആലോചിക്കാം എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളിലുമാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. ഇപ്പം ജസ്റ്റ് ഈ ഒരു വ്യക്തി എന്താ പറയുക, ഇവരിപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, കോണ്ടാക്റ്റിലില്ല എന്നുള്ളൊരു എനർജി ആണെങ്കിൽ പോലും ലൈക്ക് ഈ ഒരു വ്യക്തി കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു വ്യക്തി ഇത്രയും തല പോയിക്കുന്നത്. നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യണോ വേണ്ടയോ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വന്ന് റീകണക്ട് ചെയ്യും എന്നുള്ള രീതിക്കുള്ള ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിൽ ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഗിവ് മീ 1 card divine. ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോയുടെ എനർജീസ് കണ്ടോ? 1 minute. നിങ്ങളിപ്പം ഈ ഒരു ടൈമിൽ ഒരു ലെറ്റിംഗ് ഗോഡ് എനർജീസിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമോഷൻസ് ഇല്ല, ലെറ്റിംഗ് ഗോ ചെയ്യുന്നവർക്ക് ഇമോഷൻസ് ഇല്ല, അവർ റിലേഷൻ ക്യൂട്ട് ചെയ്തു, അങ്ങനെയുള്ള മീനിങ് അല്ല. ലെറ്റിംഗ് ഗോ മീൻസ് എന്താണ്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. സെൽഫ് ലവിൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ടൈമിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അധികം പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എന്താ പറയുക ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും മറ്റുള്ളവർക്ക്. അങ്ങനെ എന്തൊക്കെയോ സ്പിരിച്വൽ പാത്തിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഷെയറിങ്ങിൻ്റെ എനർജീസിലാണ് നിങ്ങൾ നിൽക്കുന്നുള്ളത്. ലൈക്ക് നിങ്ങൾ ഒരു പക്ഷേ റീസെൻ്റായിട്ട് നിങ്ങളോട് ആരെങ്കിലും ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് മീൻസ് എന്താണ്, അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ്, മദർ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാത്ത്, ഒരു അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത് എന്നുള്ളൊരു നോളേജ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങളോട് മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയോടും എല്ലാ ഒരു കാര്യത്തെയും നിങ്ങൾക്കൊരു കൈൻഡ്നെസ്സോട് കൂടി നോക്കി കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം. സോ നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുണ്ടാവാം, കമ്പാഷനേറ്റ് ആയിട്ടുണ്ടാവാം. കമ്പാഷൻ എന്താ പറയുക, അനുകമ്പയോടുകൂടി നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ടാവാം. ലൈക്ക് എന്തൊരു കാര്യം ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ലൈക്ക് ഓക്കെ
ഇപ്പം ഒരാളുമായിട്ട് നിങ്ങൾ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരിയധികം മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒത്തിരിയധികം കുറേ ലെസൺസ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് ലേൺ ചെയ്തിട്ടുണ്ട്. എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഗോയിങ് വിത്ത് ദി ഫ്ലോ. ലൈക്ക് ഈ ഒരു വ്യക്തിയും ഗോയിങ് വിത്ത് ദി ഫ്ലോയിലാണ് ഈ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ഈഗോയാണ്, മെയിനായിട്ടും ഈഗോയാണ്. ഈഗോ ഉള്ളത് കൊണ്ടാണ് ആളിങ്ങനെ ലൈക്ക് ഓക്കെ കോംപ്രമൈസ് ചെയ്യേണ്ട എന്നുള്ള രീതിക്ക് ആൾ നിൽക്കുന്നുള്ളത്. പക്ഷേ ഈഗോ എനർജീസ് ആണ്, അതുകൊണ്ടാണ് ആൾ ലൈക്ക് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു എനർജിയിൽ ആൾ നിൽക്കുന്നത്. പക്ഷെ ശരിക്കും ആൾക്ക് കെയർ ഉണ്ട്, നിങ്ങളോട്ട് കണക്റ്റ് ആവാതിരിക്കുന്ന ആൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വളരെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം അവർക്ക് ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനിലും അഡാപ്റ്റബിളാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ചില വ്യക്തികൾ അങ്ങനെയാണ്, എത്രയൊക്കെ ഫീലിങ്സ് ഇമോഷൻസും ഉണ്ടെന്ന് പറഞ്ഞാലും എന്താണ്, അവർക്കൊരു മൈൻഡ് യൂസ് ചെയ്ത് എല്ലായിടത്തും നിൽക്കാൻ പറ്റും. ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ കാണാൻ പറ്റുന്നത്. ക്രിയേറ്ററിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു കാർഡും എൻലൈറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നുള്ളത്, സ്പിരിച്വൽ പാത്തിനെയാണ് കാണിക്കുന്നത്. ലിറ്ററലി ഇത് ഇറ്റ്സ് എ ചാരിയറ്റ് കാർഡ്. ചാരിയറ്റ് ആക്ഷൻ കാർഡാണ് ക്രിയേറ്റർ കാർഡ്സ് പറയുന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ മിക്കവാറും ഒരു സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ അല്ലെങ്കിൽ ഫ്രൈഡേയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻറ്റൻഷനലി എന്തായാലും ചിലരൊക്കെ ഇൻറ്റൻഷനലി മീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവർ നിങ്ങളോട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, ഓക്കെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാം എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടാവും. ഓക്കെ, അവർ എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ. നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ കുറച്ച് ക്വാളിറ്റി ടൈംസ് ഈ ഒരു വ്യക്തിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. 3 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 8 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 000 ഇമ്പോർട്ടൻ്റ് ആണ് ഏഞ്ചൽ നമ്പർ. ദെൻ ഇവിടെ കളേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് റെഡ് കളർ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ്, വയലറ്റ് കളർ ഇമ്പോർട്ടൻ്റ് ആണ്, സയൻസ് വാട്ടർ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് എനർജീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇവിടെ മൈൻഡ് കാണിക്കുന്നുണ്ട്, ദെൻ ക്രിയേറ്റഡ് എനർജീസ് കാണിക്കുന്നുണ്ട്, 2 കളേഴ്സും റെയിൻബോസ് കളേഴ്സ് പ്ലസ് ഫയർ സൈൻ പാഷൻ റെഡ് കളർ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പാർട്ടീസിലൊക്കെ പോയിട്ടുണ്ടാവാം, പാർട്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്, നിങ്ങൾ ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, 333 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഹാർമണീനെയാണ് കാണിക്കുന്നത്. 888 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. താങ്ക്